ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ അതാ നമ്മളിന്ന് രാവിലെ നേരം വെളുത്തു. പിന്നെ ഞങ്ങൾ ചായക്ക് കടി ഉണ്ടാക്കിയിട്ടുള്ളത് ദോശയും ചട്ടിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇതാക്കുന്നത്. കണ്ടില്ലേ, പുറത്ത് നമുക്കൊരു പുളി ഉണ്ട് കേട്ടോ മുറ്റത്ത് തന്നെ. പുളിമരത്തുമ്പോൾ ഇതാക്കണം നന്നായിട്ട് പൂവ് താഴത്തേക്ക് ചാടിയിട്ടുണ്ട് കേട്ടോ. എന്നാലും നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നല്ല അത്യാവശ്യം നന്നായിട്ട് പൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പുളി ചെറിയ പൂവിട്ട് നിൽക്കായിരുന്നു. പക്ഷെ മഴ പെയ്തതും കൊണ്ട് ഫുള്ള് ഏകദേശം കുറേ ചാടിയിട്ടോ. കണ്ടില്ലേ, മുറ്റത്ത് ഫുള്ള് പൂവായിട്ടോ, പുളിൻ്റെ പൂവായ. ഇത് നന്നായിട്ട് പിടിച്ച് വരുന്ന സമയമായിരുന്നു, അപ്പോഴാണ് മഴ പെയ്തത്. അതുകൊണ്ട് ഫുള്ള് താഴത്തേക്ക് ചാടിയിട്ടോ. അപ്പോൾ അതൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കി പിന്നെ ഇതാക്കണം. ഞാൻ ദോശയാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ ചട്ടീന് എനിക്ക് വലിയ ഇഷ്ടമല്ല, അപ്പം ചട്ടീന് എടുത്തിട്ടില്ല. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടോ, മക്കളൊക്കെ കഴിച്ചു. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതാക്കണം പുറത്തേക്ക് ഇറങ്ങിട്ടോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമുക്കിന്ന് മുരിങ്ങ ഒടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. നമുക്ക് കറിക്ക് പരിപ്പ് മുരിങ്ങ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇവിടെ മിക്കവാറും ഞങ്ങൾ പരിപ്പ് മുരിങ്ങയാണ് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് എളുപ്പമുള്ള പണിയാണ്. പിന്നെ പരിപ്പ് മുരിങ്ങയും വെക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടമാണ്. അപ്പോൾ ഇതാക്കണം ഞാൻ മുരിങ്ങ ഒടിക്കുകയാണേ. അപ്പം ഞാൻ മുരിങ്ങയൊക്കെ ഒടിച്ച് അകത്തൊക്കെ കയറിയിട്ടുണ്ട്. ഇതാക്കണ മുരിങ്ങയൊക്കെ കിട്ടി. പിന്നെ ഇതാക്കണ ഞാൻ കുട്ടികൾക്ക് കാടമുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസുമ്മേ. അപ്പോൾ അതവിടെ വേവട്ടെ. അപ്പോഴേക്കും ഇതാക്കണ ഞാൻ പരിപ്പും മുരിങ്ങയും കറി ഉണ്ടാക്കിട്ടോ. ഇന്ന് നേരത്തെ തന്നെ വേഗം പണി ഒരുക്കിയിട്ട് ചുങ്കത്രക്ക് ഒന്ന് പോകണം കേട്ടോ. അപ്പോൾ വേഗം പണികളൊക്കെ പെട്ടെന്ന് തീർക്കുകയാണ്. അപ്പോൾ ഇതാക്കണ കറി ഇവിടെ റെഡിയായി. പിന്നെ ഞാൻ തൂമിച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് കണ്ട് തൂമിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മീൻകാർ വന്നപ്പോൾ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മാന്തൾ മീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഇതാക്കണ പൊരിക്കാൻ വേണ്ടി നന്നാക്കി എടുക്കുകയാണേ. മീൻ പിന്നെ നമുക്കിവിടെ രാവിലെ തന്നെ നേരത്തെ വരും കേട്ടോ. 7 മണി 8 മണി സമയത്ത് തന്നെ വരും. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് വാങ്ങി, മീൻകാരൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് പൊരിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം ചെയ്യുകയാണേ. മാന്തൾ മീനാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. മാന്തൾ മീൻ നമുക്ക് പിന്നെ എത്ര നമ്മൾ പൊരിച്ച് വെച്ചാലും വേഗം തീരും കേട്ടോ. കാരണം നമ്മൾ കഴിക്കണത് അറിയില്ല, അത്രയും പെട്ടെന്ന് തീരും. കാരണം ചെറിയ മീനല്ലേ, അപ്പം നമുക്ക് വേഗം തീരും കേട്ടോ ഈ മീനാണെങ്കിൽ. കുട്ടികൾക്ക് ഇഷ്ടമാണ്, മക്കൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ചില ആളുകൾക്കൊന്നും ഇഷ്ടം ഉണ്ടാവില്ല മാന്തൾ മീൻ. നമുക്ക് കറി വെക്കാനൊന്നും പറ്റില്ലല്ലോ, പൊരിക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പൊരിച്ച് വെക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. പൊരിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വേഗം കേക്ക് എടുത്തിട്ടുണ്ട്. ഞാനിത് മസാല കൂട്ടി വെക്കട്ടെ കേട്ടോ. അങ്ങനെ ഞാൻ മീനൊക്കെ മസാല കൂട്ടിയുടെ വെച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇതാക്കണം ഫാനുമ്പോൾ നല്ല പൊടി കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫാന് തുടക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഹാളത്തെ ഫാനാണ് കേട്ടോ. ഹാളത്തെ ഫാന് നന്നായിട്ട് തോത്തി എടുക്കുകയാണ് കേട്ടോ. വെള്ളം നനച്ച് തോത്തി എടുക്കുകയാണ്. അപ്പോൾ വേഗം നമുക്ക് പൊടിയൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹാളത്തെ ഫാനുകളൊക്കെ ഇങ്ങനെ തോത്തി കൊടുക്കാറുണ്ട് കേട്ടോ. വേഗം പൊടി വരും. ഹാളിലാണ് കൂടുതലായിട്ട് നമുക്ക് പൊടി പിടിക്കുന്നത് കേട്ടോ ഫാനിന്. അപ്പോൾ ഇതാക്കണം ഞാൻ തോത്തി കൊടുക്കുകയാണ്. ഇതേപോലെ തന്നെ നമ്മളെ ലിവിങ്ങിലും ഉണ്ട് കേട്ടോ പൊടി കാണുന്നുണ്ട്. അപ്പോൾ അതാക്കണ് ലിവിങ്ങിലും ഹാളത്തൊക്കെ ഫാൻ ഇപ്പോൾ തോത്തി എടുക്കുകയാണ്. ഫാൻ തോത്തി ഒരു വൃത്തിയാണ് കാണാൻ, നമുക്ക് നല്ല ഇതിൽ കാണും കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ലാഡർ ഉണ്ടായത് കൊണ്ട് സുഖമാണ് കേട്ടോ ഫാനൊക്കെ തോത്തി എടുക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര സിമ്പിളാണ്. നമുക്ക് വേഗം കയറിയാൽ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ഒരാളെ സഹായം ഇല്ലാതെ വേഗം തോത്തി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ തോത്തി വന്നിട്ട് പിന്നെ മൊത്തമായിട്ടൊന്ന് അടിച്ച് വാരിയിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ മൊത്തം അടിച്ച് വാരി തുടച്ചിട്ടാൽ പിന്നെ ഏകദേശം പണികളൊക്കെ തീർന്നല്ലോ. അപ്പോൾ വേഗം തുടക്കൽ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചുങ്കത്തർക്ക് പോവും വേണം. അപ്പോൾ ഞാൻ വേഗം പണികളൊക്കെ ഒരുക്കുകയാണേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോറിന് വെച്ചിട്ടുണ്ട് കേട്ടോ. അരി ഇട്ടിട്ടുണ്ട് ചോറിന്. നമുക്ക് വേഗം ചോറ് ആയിക്കോളല്ലോ എന്ന് വിചാരിച്ചിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെക്കാൻ കേട്ടോ ഒന്ന്. അപ്പോൾ ഞാൻ ഇതാക്കണം അരിയൊക്കെ കഴുകിയിട്ടിട്ട് അരി നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് റൈസ് കുക്കർക്ക് ഇറക്കി വെക്കട്ടെ. അപ്പോൾ പിന്നെ നമ്മളെ പണികളൊക്കെ കഴിയുമ്പോഴത്തേന് ചോറ് റെഡി ആയിക്കോളും. അപ്പോൾ ഞാൻ അങ്ങനെ അരി ഇതാക്കിങ്ങാണ്ട് റൈസ് കുക്കർക്ക് ഇറക്കി വെക്കാണ് കേട്ടോ. പിന്നെ ഇതാക്കണ മീൻ നമ്മൾ മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് എടുത്ത് പൊരിച്ചു കേട്ടോ. അപ്പോൾ ഇതാക്കണ ഫസ്റ്റ് ഒരു ട്രിപ്പ് പൊരിച്ചിട്ടുള്ളൂ. നമുക്ക് ഉച്ചക്ക് കഴിക്കാനുള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാക്കണത് പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ വേഗം അകം തുടക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മളെ തുടക്കലും കൂടി കഴിഞ്ഞാൽ നമുക്ക് വേഗം പോവാമല്ലോ. അപ്പോൾ ഞാൻ വേഗം തുടച്ചെടുക്കുകയാണ്. അകവും ഹാളും റൂമുകളൊക്കെ വേഗം തുടച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ തുടക്കുന്ന സമയമായാൽ മക്കൾ ഫുള്ള് ഇതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അപ്പോൾ ഞാൻ ടി വി ഇട്ടെടുത്തുകൊണ്ട് അവിടെ ഇരുത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ ഇനി വേഗം തോത്തിയിടാമെന്ന് വിചാരിച്ചുകൊണ്ട് വേഗം തോത്തുകയാണ്. അവിടെ ടി വി കണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വേഗം തുടച്ചെടുത്തിട്ട് വേഗം കുളിക്കാൻ പോയിട്ട് നമുക്ക് വേഗം ചുങ്കത്തർക്ക് പോകാം കേട്ടോ. ചുങ്കത്തർക്ക് പോകണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് വണ്ടീൻ്റെ ഇൻഷൂർ അടക്കാനും പിന്നെ പുക ടെസ്റ്റിനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. പിന്നെ ഞങ്ങൾ വന്നിട്ടാണ് ഇനി ഭക്ഷണം കഴിക്കണത്. വേഗം റെഡി ആയിട്ട് പോവുകയാണ്. ഞാനും അക്കുവാണ് കേട്ടോ പോണത്. അപ്പോൾ പോയി വന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെ റെഡിയാക്കി വെച്ചങ്ങാണ്ട് പോവുകയാണേ. പിന്നെ ഇതാണ് ഞങ്ങളെ റൂം വരുന്നത് കേട്ടോ. 2 റൂമാണ് വീടിനുള്ളത്. അപ്പോൾ ഒന്ന് ഉമ്മാൻ്റെ റൂമും ഒന്ന് ഞങ്ങളുടെ റൂമുമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം വരുന്നത്. റൂമൊക്കെ പിന്നെ ശരിക്കും കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഞാൻ തോത്തൽ കഴിഞ്ഞിട്ട്
നമുക്ക് റെഡിയായി പോകണം. പിന്നെ അക്കുനെ കൊണ്ടുപോകുന്നുണ്ട്, ഇങ്കുനെ കൊണ്ടുപോകണില്ല കേട്ടോ. ചെറിയവനെ ഇവിടെ നിർത്തിയിട്ട് പോവുകയാണേ. അപ്പോൾ കാണാതെ വേണം പോവാൻ, എല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങിയിട്ട് കാണാതെ പോകണം. അപ്പോൾ നോക്കണ് ഏകദേശം പണികളൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ റെഡി ആയിങ്ങാണ്ട് പോവാണ്ട്. പിന്നെ നമ്മൾ ഇതാക്കുന്നത് ദിവാങ്കോട്ടാണ് അവിടെ ഇട്ടിട്ടുള്ളത്, അത് കേക്ക് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ മൊത്തമായിട്ട് തുടക്കലൊക്കെ കഴിഞ്ഞു, അതവിടെ കേക്ക് വെച്ചിട്ടുള്ളതാണ്. കാരണം ഇവർ ഇങ്ങനെ കളിച്ചിട്ട് എപ്പോഴും അതുമ്പോൾ വെള്ളം കളയും. അപ്പോൾ അത് കേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് മാങ്ങ കണ്ടത് കേട്ടോ. ഇതാക്കണത് നല്ല മൂവാണ്ടൻ മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ അവർക്ക് ഉപ്പ് ഇരുമ്പിങ്ങാണ്ട് കൊടുക്കണം, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണേ. നമ്മൾ ഉപ്പും പിന്നെ കുരുമുളകും ഒക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല പഴുത്ത മൂവാണ്ടൻ മാങ്ങയുണ്ട്. പിന്നെ മൂവാണ്ടൻ മാങ്ങ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ, അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കോമാങ്ങയും മറ്റേ മാങ്ങകളൊക്കെ നമുക്ക് എപ്പോഴും കിട്ടൂല, ഇത് നമുക്ക് എപ്പോഴും കിട്ടും കേട്ടോ. ഈ മാങ്ങ മൂവാണ്ടൻ എല്ലായിടത്തും ഉണ്ടായതുകൊണ്ട് നമുക്ക് എപ്പോഴും കിട്ടും. അപ്പോൾ ഇത് കുറേ പഴുത്തതുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഉപ്പുരുമ്പി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ അവർ കഴിക്കൂല കേട്ടോ, രണ്ടാളും കഴിക്കൂല. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം, അവർക്ക് ഉണ്ടാക്കും. പിന്നെ നമുക്കും കഴിക്കാൻ ഭയങ്കര രസമാണല്ലോ, ഉപ്പും മുളകും പിന്നെ അതുപോലെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ ഇത്. പിന്നെ അതുപോലെ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും കമൻറ്റ് അടിക്കുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യണം കേട്ടോ. ഞങ്ങളിങ്ങനെ തുടങ്ങി വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ മക്കൾക്ക് ഇത് കൊടുക്കുകയാണ്. അവരങ്ങനെ ഇരുന്ന് കഴിച്ചോളും, ടി വി കാണുമ്പോൾ അങ്ങനെ ഇരുന്ന് കഴിക്കും. അപ്പോൾ അതൊക്കെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് കഴിക്കാൻ, എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പം നല്ല പഴുത്ത മാങ്ങ ആയതുകൊണ്ട് നല്ല പഴുത്തതല്ല, പാകത്തൊരു പഴുത്ത മാങ്ങയാണ് കേട്ടോ, ഒരു ചെനപ്പില്ലൊരു മാങ്ങയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കിയാണ്ട് ഇനി ഓൽക്കുണ്ടാക്കി കൊടുക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്താൽ അതിന് ഇവിടെ കച്ചറായിരിക്കും, 2 പാത്രത്തിൽ ആക്കി കൊടുക്കേണ്ടി വരും, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല് കൂടും കേട്ടോ. അപ്പോൾ ഏതായാലും ഇരുന്ന് കഴിക്കുന്നുണ്ട്. അടിപൊളി. ഹലോ ഗൈസ്, ഞങ്ങളിന്ന് ചുങ്കത്തറക്ക് പോകാട്ടോ. വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഈ ചെറിയ മോനെ കാണാതെ കുട്ടീനെ കാണാതെ വല്ല ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. മോനെ കാണാതെ പറഞ്ഞിട്ട് വല്ല ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടാളാണ് പോണത്. പിന്നെ അന്ന് വണ്ടിൻ്റെ ഇൻഷുർ ചെയ്യാനുണ്ട്, പിന്നെ അതുപോലെ പുക ടെസ്റ്റിങ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകുന്ന വീഡിയോസാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോവാതാക്കണ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇതാക്കണ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് എന്നിട്ട് പോകട്ടെ കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ്. അപ്പോൾ വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് എല്ലാം ഒരുങ്ങിയിട്ടാട്ടോ ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് സമയം. അപ്പം ഞങ്ങൾ പോവുകയാണേ. അപ്പം അങ്ങനെ നമ്മളിതാ ഇൻഷൂർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇതാ ചുങ്കത്ര ഇവിടെ നിന്നാട്ടോ ഞങ്ങൾ ഇൻഷൂർ ചെയ്യുന്നത് വണ്ടിക്ക്. അപ്പോൾ ഇതാക്കണ ഇൻഷൂർ പേപ്പറൊക്കെ കിട്ടി. ഇനി ഞങ്ങൾ വണ്ടിൻ്റെ പുക ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാട്ടോ. അതാക്കണം. അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ മുന്നേ വന്ന ആളുകളെ പുക ടെസ്റ്റിനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കും പുക ടെസ്റ്റ് ചെയ്ത് കിട്ടി, പേപ്പർ കിട്ടി. പിന്നെ ഇതാക്കണേ ഞങ്ങൾ അങ്ങനെ പോന്നു, തിരിച്ച് പോന്നു. ഇതാക്കണ ഇവിടെ എത്തിയപ്പോൾ അക്കൂന് ഒരു സർവത്ത് വാങ്ങിക്കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഓൻ സർവത്തൊക്കെ കഴിച്ച് ഞങ്ങളിപ്പോൾ ഇതാക്കണ വീട്ടിൽ തിരിച്ചെത്തി. പിന്നെ ഇതാക്കണ നമ്മൾ ചോറും പരിപ്പ് മുരിങ്ങയും കറിയും മീൻ പൊരിച്ചതൊക്കെ കൂട്ടിയിട്ട് ഇനി ചോറ് കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചോറ് കഴിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ചുങ്കത്തറൊക്കെ പോയി വന്ന് ചോറൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു കേട്ടോ. എല്ലാവരും ചോറൊക്കെ കഴിച്ചു കേട്ടോ. എല്ലാവരും ഒന്നിച്ച് ചോറൊക്കെ കഴിച്ചു. മക്കൾക്കൊക്കെ ചോറൊക്കെ കൊടുത്തു. അങ്ങനെ ചോറൊക്കെ കഴിച്ചു. പിന്നെ 4 മണിക്ക് ഞാൻ കുറച്ച് സമൂസ ഉണ്ടാക്കിന് കേട്ടോ. അപ്പോൾ അത് അവർ കഴിച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ചായയൊക്കെ കുടിച്ചു കേട്ടോ, സമൂസയും ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇവിടെ ഒരു 4 മണി 5 മണിയൊക്കെ ആയപ്പോൾ പെരും മഴ പെയ്യാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ അതൊക്കെ മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.